ഹൃദയ കലാസ്നേഹികളെ, ഒരു 10,000 വട്ടമെങ്കിലും കണ്ട ബോബ് കഥയെ വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം. അതിനപ്പുറത്തേക്ക് തുടരെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമുക്ക് സ്ട്രേറ്റ് സിനിമയിലേക്ക് കടക്കാം. ഇത് നമ്മൾ ആദ്യം കാണുന്നത് ഒരു പോലീസുകാരൻ വലിയൊരു ഗുണ്ടയായ മിനിസ്റ്ററുടെ മകനെ കാണാൻ ചെല്ലുന്നതാണ്. എന്നിട്ട് എന്തിനാണ് അവൻ അവിടെ ഒരുത്തനെ കൊന്നു കെട്ടി തൂക്കിയിരിക്കുന്നു. കൊന്നത് മിനിസ്റ്ററുടെ മകനല്ലേ. ഇവിടുത്തെ നിയമ സാധ്യതകളും അവനൊപ്പം നിന്നല്ലേ പറ്റൂ. അപ്പൊ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയും അവനെ അങ്ങ് സൂയിസൈഡ് ചെയ്തപോലെ ആക്കിക്കള. ഒരു സൂയിസൈഡ് കത്ത് എഴുതി നേരെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശം. പക്ഷെ എനിക്ക് പറ്റൂല. അവിടെയാണ് നായകമുള്ള. പുള്ളി റെയിൽവേയുടെ സബ് ഇൻസ്പെക്ടർ ആണ്. കാര്യം അദ്ദേഹം റെയിൽവേയിലാണെങ്കിൽ അദ്ദേഹം ജോയിൻ ചെയ്ത ആ നാട്ടിലെ ആശാ വർക്കറെ പണി മുതൽ മുനിസിപ്പാലിറ്റി വേസ്റ്റ് വരെ എടുക്കുന്നത് അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ ബോഡി കൊണ്ട് ഇടുമ്പോൾ പിന്നെ അത് പുള്ളിയുടെ അണ്ടറിലാവുമല്ലോ. പുള്ളി വന്ന് ആകെ ഒരു എൻക്വയറി നടത്തും. എന്നിട്ട് പറയും ഇത് കൊലപാതകമാണ്, ആത്മഹത്യമല്ലെന്ന് പറയും. ഇനിയിപ്പോ നിങ്ങൾ ബാക്കി ഞാൻ നോക്കിക്കോളെന്നും പറഞ്ഞ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പുള്ളി കൈ വിടാതെ രണ്ടുപേരും കൂടെ അവിടെ ഒട്ടി അങ്ങ് നിൽക്കും. എടാ ട്രെയിൻ അടിച്ചാ ചോര തുപ്പോടാ, കൈ വിട. ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരുത്തനെ കൊന്ന മിനിസ്റ്ററുടെ മോനില്ല, അവന്റെ ഗാരേജിലോട്ടും കയറി ചെല്ലുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പൊക്കി കുറച്ചു നേരം മാസം കാണിക്കാൻ. ഫിസിക്സ് നിയമങ്ങളെ കാറ്റിൽ പറത്തി ബാലയെ മനസ്സിൽ ധ്യാനിച്ചൊരു ഫൈറ്റ് അവിടെ നടത്തിയതിനു ശേഷം മിനിസ്റ്റർ മോനെ അവിടെ തലകീഴെ കെട്ടിത്തൂക്കിയിടുകയാണ്. എന്റെ മോനെ 6 അടിച്ച് ആശുപത്രിയാക്കി എന്ന് പറഞ്ഞ് മിനിസ്റ്റർ വരോടാ. അവ പറയും ആശുപത്രിയിലാക്കിയോളം ഞാനാണ് സാർ. വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇനി ആർക്കട എന്റെ മോനെ അടിക്കാൻ ധൈര്യം? അത് ഞാൻ തന്നെയാണ് സാർ. മോനെ തലയിട്ട് തന്തേരെ മുഖത്ത് നോക്കി ഒരു മാസ ഡയലോഗും. ഇദ്ദേഹം ഈ അടുത്ത് എന്ന എല്ലാ സിനിമകളും ഒരേപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. വളരെ മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ, പറയാതിരിക്കാൻ വയ്യ. രാജമൗലി ഇദ്ദേഹത്തെ വെച്ച് ചെയ്ത് വിക്രം റാത്തോടൊക്കെ ഉണ്ടല്ലോ, എന്റെ തെലുങ്ക് സിനിമയുടെ പേര് അങ്ങനെയല്ല, 1.5 ആയിട്ട് വരുന്നു. പക്ഷെ അതിനുശേഷം ഒരു തിരിഞ്ഞു നോക്കില്ല, എല്ലാ സിനിമയും അതേപോലെ തന്നെ. ഇനി ഇദ്ദേഹം ബാച്ചിലർ ആണ്. വയസ്സ് 10-61 ആയെങ്കിലും ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ഒരു 10-24 വയസ്സുള്ള പെണ്ണുങ്ങളെ കല്യാണം ആലോചിക്കുകയാണ്. അച്ഛനും അമ്മയൊന്നുമില്ല, അപ്പൂപ്പ മാത്രമേ ഉള്ളൂ. അപ്പൂപ്പനാണ് വളർത്തിയത്. ഇനി ഇതിലെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി ഇങ്ങനെ പെണ്ണ് കണ്ട പാതിരാത്രി കിളവർ 2 അടിച്ചിട്ട് അവരെ വിളിച്ചിട്ട് പറയും അയ്യോ നിങ്ങൾ ഇവന് പെണ്ണ് കൊടുക്കില്ല, ഇവന് ബാങ്ക് അക്കൗണ്ടിനേക്കാളും അക്കൗണ്ട് ഓയോ റൂമിനുള്ളവനാണെന്ന്. അങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ കല്യാണം നടക്കാത്തത്. അങ്ങനെ ഈ ചെറിയ 1-2 തമാശകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ കഥ മറ്റൊരിടത്തേക്ക് നീങ്ങുകയാണ്. ഇത് വേഷം മാറി സ്പൈ പണി എടുക്കുന്ന ഒരു പോലീസുകാരനാണ് കേട്ടോ. കഞ്ചാവാണ് ഈ സിനിമയിലെ മെയിൻ വിഷയം, അതും ശീലാവതി കഞ്ചാവ്. ഈ അടുത്ത അനുഷ്ക ചെയ്ത ഘാട്ടി സിനിമയിൽ ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. ഈ കഞ്ചാവിനെ വെച്ച് കഥ എഴുതണവന്മാരൊക്കെ കഞ്ചാവ് ലീഗലാക്കി കഴിഞ്ഞാൽ കഥയ്ക്ക് ഇവന് എന്ത് ചെയ്യും? ഇനി ആ നാട്ടിലെ കഞ്ചാവ് മാഫിയ തലവൻ ദേ ഇവനാണ്, ഈ പാമ്പാട്ടി. വരണ വഴിക്ക് പെണ്ടാട്ടി വീട്ടിലേക്ക് എഴിഞ്ഞു പോയൊരു മൂർഖനെ പിടിച്ച് കയ്യിൽ വെച്ച് തന്റെ 5 കഞ്ചാവ് പാക്കറ്റ് പിടിച്ച പോലീസുകാരന്റെ കണ്ണിലേക്ക് ആ പാമ്പിനെ തെറിപ്പിക്കും. ആ പ്രകൃതി സുന്ദരമായ സ്ഥലത്തേക്ക് നമ്മുടെ നായകൻ സ്ഥലമാറ്റം കിട്ടി വരികയാണ് ഗൈസ്. ഇവിടെയാണ് ആ കഞ്ചാവിന്റെ വിഷയങ്ങളെല്ലാം ഉള്ളത്. ഇവിടെ എല്ലാം കറപ്റ്റഡ് ആണ്. അവിടുത്തെ ഒഴുകുന്ന വെള്ളത്തിൽ പോലും വിഷമാണ്, ഇറക്കുന്ന കാറ്റിൽ പോലും കാടിയാണ്, ഓടുന്ന കുതിരയ്ക്ക് പോലും കഴപ്പാണ്. ഒരു പ്രാസത്യം പറഞ്ഞു. ഓക്കെ, ഇനി നായകൻ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? ആ നാട്ടിലെ മീൻ ചന്തയും മലക്കറിക്കടയും വരാനകത്താണ് ഉള്ളത്. പോരാത്തിന് ആ നാട്ടിലെ യുവ തലമുറ നാട് റോഡിൽ നിന്ന് സ്വപ്നം കാണുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. ഇടത്തേക്ക് അവന്മാർക്ക് എല്ലാവർക്കും ഓരോ അടിയും കൊടുത്ത് നേരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോ പോലീസുകാരനുണ്ടല്ലോ അവരൊരു അഹങ്കാരിയാണ്. കൊച്ചർക്ക നീ നിന്റെ പണി നോക്കൂ, എന്റെ പണി എന്നെ നീ പഠിപ്പിക്കണ്ട. അങ്ങനെ അവിടെ നോക്കുമ്പോ അങ്ങ് ചോടിപ്പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോ രാത്രി മറ്റും പുറത്തൊരു ശബ്ദം, ഒരു വെടി പൊട്ടണ ശബ്ദം. അത് കേട്ട് അളി ഒറ്റക്ക് ടോർച്ച് അടിച്ച് വെളിയിറങ്ങുമ്പം ഫിറോസിക്കാര അസിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും മയിലിനെ പിടിക്കാൻ നിൽക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മയിൽക്കറി. എനിവേ അവര് കാട്ടിക്കയറി ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദത്തോടുകൂടി മയിലിനെ വേട്ടയോടുകയാണ്. അവിടെ മറ്റേ പോലീസുകാരനും, അതായത് ആ നാട്ടിലെ റെയിൽവേ പോലീസ് ഒഴികെ ബാക്കി എല്ലാരും കറപ്റ്റഡ്. പിറ്റേന്ന് ഇന്നലെ ഊക്കുവാങ്ങി നാണം കെട്ടുപോയ പോലീസുകാരനെ കളിയാക്കാനായി ഒരു പറ്റം ഗുണ്ടകളെല്ലാം കൂടി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ റെയിൽവേ സ്റ്റേഷനകത്ത് കയറുകയാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എങ്കടാ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോയിട്ടൊരു ലോട്ടറി ടിക്കറ്റ് പോലും എടുക്കാത്ത അവന്മാരെ ഇഞ്ചിഞ്ച ഓരോരുത്തരായിട്ട് അറഞ്ഞ അറയും. അത് കണ്ട് അവിടെ കൂടിയിരുന്ന എല്ലാ കച്ചവടക്കാരും എണീറ്റോടും. ഇതാരുടെ മുളകും മല്ലിയൊക്കെ പൊടിപ്പിക്ക് ഇട്ടേക്കണം. ഫൈറ്റ് കഴിഞ്ഞ ഉടൻ നായികയുടെ എൻട്രി. നല്ല പ്രായത്തിൽ കിട്ടാത്തത് 4 പ്രായത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു പ്രത്യേകതരം കഴപ്പായിരിക്കും. ആർട്ടിവിറ്റ് കൂടി അറ്റാക്ക് വരെ ഉള്ളൂ. ഷഷ്ടി പൂർത്തി കഴിഞ്ഞ നായകന് കഴിഞ്ഞ ആഴ്ച പ്രായപൂർത്തിയായ നായികയാണ് തരം. ഇനി
നമ്മുടെ വില്ലന് വേറൊരു പരിപാടിയുണ്ട്. പുള്ളിക്കാരനെ സുന്ദരിയായ സ്ത്രീകളെ കളക്ട് ചെയ്യുന്ന പരിപാടി വല്ലതും ഉണ്ടാടാ. അങ്ങനെയല്ല ഗൈസ്, ഇവന് കുഞ്ഞിലെ മുതലേ സ്ത്രീകളെ ഇഷ്ടമായിരുന്നു. അല്ല, ഈ നായികനെ ഇഷ്ടമായിരുന്നു. ബട്ട് ഈ പെണ്ണ് അവന് ഇഷ്ടമല്ല. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പണ്ട് രാവണ സീതി തട്ടിക്കൊണ്ടു പോയതുപോലെ ഓം നിന്നെ അബ്ഡക്ഷൻ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചങ്ങല കിട്ടുവെക്കും. എന്നിട്ട് ഉനക്ക് ഏ മേൽ കാതൽ വരണവരെ ഞാൻ ഇവിടെ തന്നെ പൂട്ടിയിടും. അങ്ങനെ അവളെ തട്ടിക്കൊണ്ടുവന്ന് ആനക്കിടുന്ന ഒരു ചങ്ങലയിട്ട് കാലിൽ മുറുക്കി 50 കിലോ ഉള്ള ഒരു ഗോദ്രജിന്റെ പൂട്ടുവിട്ട് അവളങ്ങ് പൂട്ടിയിടുകയാണ്. പിന്നെ കുറച്ചൊരു രവിയാണ് എന്റെ ക്രിഞ്ച് സംഭവം. ഇയാൾ നല്ല നടനൊക്കെയാണ് ഗൈസ്. ഈ പ്രായത്തിൽ മഞ്ഞായ എനർജിയാണ്, നല്ല ഡാൻസ് പെർഫോമൻസും ഉണ്ട്. പ്രത്യേകിച്ച് അഭിനയിക്കാനകത്ത് ഒന്നുമില്ല. വളരെ മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ് കുറെ നാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലാത്ത പക്ഷം എനിക്ക് ഇയാളുടെ സ്റ്റൈലും സ്വാഗവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് നല്ലപോലെ കോമഡി കൈകാര്യം ചെയ്യാനും പറ്റും. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നായക വരാൻ ലേറ്റ് ആവുന്നത് കാരണം നായകൻ ട്രെയിൻ തന്നെ പിടിച്ചിടുകയാണ്. ഇന്ത്യൻ റെയിൽവേ അദ്ദേഹത്തിന്റെ അപ്പന്റെ വകയാണല്ലോ. പിന്നെ ട്രെയിന് പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ലല്ലോ. പിന്നെ പ്രൈവറ്റ് ബസ് ഓടുന്ന പോലെ അല്ലല്ലോ റെയിൽവേ ഓടുന്നതും. ഇവൻ പൈലറ്റ് ആയിരുന്നെങ്കിൽ പ്ലെയിൻ വരെ തടഞ്ഞു വെച്ചനെ. അങ്ങനെ നായികനെ ട്രെയിൻ കയറ്റി വിട്ട് കാമ വിഭ്രാത അനുഭൂതനായി നടക്കുകയാണ് നമ്മുടെ നായകൻ. ഇനി നമ്മുടെ വില്ലൻ ഒരു കഞ്ചാവ് മാഫിയ മാത്രമല്ല, ഒരു പോത്ത് വ്യാപാരി കൂടിയാണ്. ബെല്ലാരി രാജയ്ക്ക് എവിടെ നിന്നാണ് പോത്ത് കിട്ടണ? ഇവിടെന്ന്. അങ്ങനെ ഇരിക്കെ തങ്ങളുടെ ഗ്യാങ്ങിനകത്ത് ഒരു കറുപ്പ് ആട് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അതായത് ആദ്യം കാണിച്ചില്ലേ, ആ പോലീസുകാരനെ പോക്കുകയാണ്. എന്നിട്ട് അവനെ ഓടലോടെ സ്വർഗത്തിൽ അയക്കാൻ പറയും. അങ്ങനെ അവൻ ഇറങ്ങി ഓടും. അവൻ ഓടി ഓടി ഗ്രാമങ്ങളിലൂടെ ഓടും, വയലുകൾ താണ്ടി ഓടും, പുഴയും മലയും കാടും താണ്ടി ഓടും, പിന്നെ ഓടും. നിരന്തരം ഇങ്ങനെ ഓടി ഓടി തളരാതെ ഒടുവിൽ റെയിൽവേ സ്റ്റേഷൻ അകത്ത് വന്ന് നമ്മുടെ നായകന്റെ മുന്നേ ബ്രേക്ക് അടിച്ചങ്ങ് നിൽക്കും. എന്നെ കാപ്പാത്തിടുക്കോന്നാ. Okay. ഇനി അവിടുത്തെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കാണുന്നത് നായികയാണ്. നായിക നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കുട്ടിയൊന്നും അല്ല. പുള്ളിക്കാരി കഞ്ചാവ് കച്ചവടക്കാരിയാണ്. സത്യം പറയാലോ, ഈ റോള് ശ്രീലയിലേക്ക് ഒട്ടും ചേരണില്ല. റിച്ച് ഫേസും തൊട്ട് ലുക്കും ആക്കി കഴിഞ്ഞാൽ അതിൽ ലോക്കൽ സെറ്റപ്പ് ആകില്ല. Still looks like a rich girl who pretends to be homeless. എന്തായാലും ഇവിടെ കള്ളത്തരം നായകന്റെ അപ്പൂപ്പൻ കയ്യോടെ പൊക്കുകയാണ്. ഇനി നമ്മുടെ വില്ല ഇതിനകത്ത് ഇടപെടുകയാണ്. അവനെ കൊന്നാടാ. എടാ പിന്നെ എന്തിനാ നിരീക്ഷിച്ച? ഇങ്ങനെ കൊല്ലാൻ കൊടുക്കാനായിരുന്നെങ്കിൽ കൈ മൊത്തം പെയിന്റ് അല്ലാതെ ആരെ പല്ലി കർപ്പൂരായിരുന്നു. കയ്യിൽ കൊള്ളൂല, നാക്കിലായിരുന്നു കുറച്ചുകൂടെ നല്ലത്. നീ ഇവനെ കല്യാണം കഴിക്കാൻ പോണടാ. എന്താ പൂജയൊക്കെ ചെയ്യണം? സംഭവം ഒന്നുമില്ല ഗസ്, ഇവനെ ബലി കൊടുക്കുന്നവൻ. ഇനി തന്റെ അപ്പൂപ്പനെ നായികയെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് എല്ലാ കള്ളത്തരങ്ങളും പൊളിയുകയാണ് ഗൈസ്. ബുക്കിനകത്ത് ബങ്കർ നിർമ്മിച്ച് കഞ്ചാവ് കച്ചവടം ഒന്ന്. നായികയുടെ ബുക്കിൽ നിന്ന് കഞ്ചാവ് കിട്ടിയതല്ലേ, അപ്പൊ ഒരു ഐറ്റം ഡാൻസ് ആക്കാം. Alright guys, ഇനി ഒരുത്തൻ തന്റെ കൂട്ടുകാരെ മൊത്തം വലിച്ചു വിടുകയാണ്. എന്നിട്ട് വണ്ടി എടുത്ത് വിട്ടടിച്ചൊരു പോക്ക്. ഒരിക്കലും മദ്യപാനിച്ചുകൊണ്ടും സിഗരറ്റ് വലിച്ചുകൊണ്ടും കഞ്ചാവ് അടിച്ചുകൊണ്ടും ശമ്പു വെച്ചുകൊണ്ടും വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ടും നിങ്ങൾ വാഹനം ഓടിക്കരുത്. മത്ത് പിടിച്ച് മതോന്മത്തനായി വണ്ടി ഓടിച്ചാൽ മയ്യത്താക്കും. അങ്ങനെ മയ്യത്തായത് ആരുടെ മകനാണ്? മറ്റേ കറപ്റ്റ് പോലീസ് ഓഫീസറുടെ മകൻ. മയ്യത്തായ മകനെ നോക്കി സങ്കടപ്പെട്ടിരിക്കുന്ന അച്ഛനെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാതെ പുള്ളി ഒരു ഉപദേശം അങ്ങ് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. We have to fight some bad days to get the best days of life. ആ മോട്ടിവേഷൻ ഒക്കെ കേട്ട് ചാർജായി നേരെ പോയി വില്ലിനെ നേരെ തോക്ക് ചൂണ്ടി. ഇനി നീ ഇവിടെ ഒരു കള്ളക്കടത്തം ചെയ്യേണ്ട, ഒരു കൊള്ളക്കടത്തം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ കഞ്ചാവ് കണ്ടെയ്നർ ലോറിയോട് പൊക്കിക്കൊണ്ട് ഒളിപ്പിക്കും. കണ്ടെയ്നർ കടത്തിയ പോലീസുകാരനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണതാ വില്ലന്റെ കുടുംബക്കാർക്ക്. അവര് കുടുംബം ഒന്നടക്കം ചൂത്തരകള്. കണ്ട അലക്ക് ഫാമിലിയാണെന്ന് തോന്നുമെങ്കിലും കാര്യത്തിൽ അവർ വിടക്ക്. ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ്. ഒരു സ്പെഷ്യൽ ടാക്ടിക്സ് ഒക്കെ ഉണ്ട് ഇവര് കയ്യിൽ. ഒളത്തിന്റെ പോലെ അവർ കയറി കെട്ടി ഉറുമ്പിനെയാണ് എടുത്തെറിയുന്നത്. അല്ല, ഉടുമ്പിനെ. മോന്തയിൽ ഒട്ടിയിരുന്ന ഉടുമ്പിനെ ഇളക്കി മാറ്റാൻ കഷ്ടപ്പെടുമ്പോ ഈ ഉടുമ്പെങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണം. ആമാശയത്തിൽ സൂപ്പർ ഗ്ലൂ തേച്ച് വെച്ചേക്കണം. അതിന് പിടിച്ചിരിക്കാൻ സ്ഥലം വേണ്ടേ? എന്തായാലും പോലീസുകാരൻ സമാധിയായി. എന്നിട്ട് അവനെ കൊന്നൊരു മരത്തിൽ കെട്ടി തൂക്കിയിടും. ആകെ ആ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനാണ് അങ്ങേരി. ഇനിയിപ്പോ അവിടെ പോലീസും ഇല്ലല്ലോ, കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായില്ലേ. ഇനി വില്ലന്മാരെ മറ്റേ പിടിച്ചു വെച്ച കഞ്ചാവ് കടത്തുകയാണ്. അത് പോലീസ് സ്റ്റേഷനിൽ കയറി ഉമാരെ മോഷ്ടിക്കും. എന്നിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ നോക്കും. പോണ വഴിക്ക് വലിയ പാറക്കല്ല് വീണ് ലോറി കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ച് ട്രെയിന് കയറ്റി വിടാനുള്ള പ്ലാൻ ഉണ്ടാക്കും. ട്രെയിൻ ആരണ്ടറില്? അണ്ണന്റെ അണ്ടറില്. അപ്പൊ തന്നെ നേരെ വന്നൊരു ചിറ്റലും എടുത്ത് ട്രെയിൻ പാളം തല്ലി പൊളിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാളത്തിൽ കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് ട്രെയിൻ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെ വിളിച്ച് പറയും. ഇതാണ് സംഭവം. അത് വാക്കിട്ടോക്കി വെച്ച് കൊണ്ടേനെ അത്. ഇനി വില്ലന്മാർ എണ്ണം പോരാത്തോണ്ട് ആ നാട്ടിൽ ഈ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ചു നിർത്തി എങ്ങനെയെങ്കിലും ആ കണ്ടെയ്നർ അവിടെ നിന്ന് ഒപ്പിക്കണം. അങ്ങനെ ഒരു 10,000-2,500 രൂപ എല്ലാവരുടെ ഇവിടെ വരെയാണ്. 2,000-2,500 പേരല്ലേ ഉള്ളൂ. മോച്ച ഒറ്റക്ക് നിന്ന് അവന്മാരെല്ലാരും അങ്ങ് അടിക്കും.
പിറ്റേന്ന് വില്ല റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്നു. എന്റെ കണ്ടെയ്നർ അത് കേട്ടതും പബ്ലിക് ട്രെയിനിൽ കഞ്ചാവ് കടത്തണോടാ നായെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അകത്തിടും. അപ്പൊ അവിടെ എസ് പി ഒന്ന് പറയടാ, നീ കുറ്റൊന്നും ഏക്കയില്ല, ഇതൊക്കെ വലിയ കേസാവും കേട്ടാ. അപ്പൊ വില്ലൻ പറയും, ഞാൻ ഇവിടെ ചുമ്മാ വന്നെയാണ്. പോണ വഴിക്ക് മൂത്രശങ്ക വന്നപ്പോ ശൗചാലയം നോക്കി കയറിയണമെന്ന് പറയും. അപ്പൊ നായകൻ പറയും, പിന്നെ എനിക്കെന്തൊരു പ്രശ്നം, എന്നാ പിന്നെ ഇറക്കൊണ്ട് പോ, എനിക്കൊരു കുഴപ്പമില്ല. ശേഷം നായകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോറി കഞ്ചാവ് കലർത്തി കൊടുത്തിട്ട് സത്യം ചോർത്തി എടുക്കാൻ നോക്കും, എവിടെയാണ് കണ്ടെയ്നർ ഉള്ളതെന്ന്. കണ്ടെയ്നറിന് പകരം അപ്പൊ നമുക്ക് കിട്ടും ഒരു പാട്ട്. മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വെച്ചതാക്കുവേ. പാട്ട് കഴിഞ്ഞതും ഒരു ഫൈറ്റ്. ഇതാരാണെന്ന് മനസ്സിലായോ? നമ്മുടെ പോലീസുകാരനെ കൊന്ന വില്ലന്റെ കുടുംബക്കാരില്ലേ, അവരാണ്. അവർ അതേ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മുടെ നായകനെയും വധിക്കാൻ നോക്കും. എന്നിട്ട് ഉടുമ്പന് വിട്ട് മുതുക തള്ളിപ്പിടിച്ചിരുന്ന് നായകനെ വലിച്ച് താഴെയിട്ട് കൊല്ലാൻ നോക്കും. ഈ ഉടുമ്പ് വേറെ ഊച്ചാളയാണ് കൈ. നായകനെ കണ്ടത് അവന്റെ കൂടെ അങ്ങ് ചേരും. എന്നിട്ട് അവന്റെ തോള് കയറിയിരിക്കണം. അവൻ പോണ നോക്കി കുണുങ്ങി. ശേഷം നായകനെ കൊല്ലാൻ വന്ന വില്ലന്മാരെ എല്ലാം തീർത്ത് നേരെ മെയിൻ വില്ലന്റെ വീട്ടിൽ കയറി പോയി. യമനെ കൊന്നിട്ടിരുമ്പോ തിന്നാൻ വേണ്ടി അവർക്ക് വേണ്ടി വിളമ്പി വെച്ച് ചോറും കറിയും എല്ലാം എടുത്ത് തിന്ന് അവിടെ നിന്ന് ഒരു ഏമ്പൊക്കവും വിട്ട് അവിടെ ആനച്ചങ്ങല ഇട്ടിരുന്ന പെണ്ണിന്റെ ചങ്ങല അടിച്ച് പൊട്ടിച്ച് അവളെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് പിന്നെയും ഒരു പാട്ട്. ഫൈനലി ഗൈസ്, അവർ കണ്ടുപിടിക്കുകയാണ് എവിടെയാണ് ആ കണ്ടെയ്നർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അത് കണ്ടെത്തിയ സ്ഥലത്ത് വില്ലന്മാർ എല്ലാവരും ചെന്ന് കയറി കൊടുക്കുമ്പോൾ നായകന്റെ അപ്പൂപ്പ 5 ഉണ്ട കയറുന്ന ഷോട്ട് ഗണ്ണുമായിട്ട് നിന്ന് ഒരു 50 പേരെ അങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ്. അവിടേക്ക് ഇവൻ വരികയാണ്. പാത്രം, ഇവന്റെ പേര് പാത്രം. യെസ്, അവൻ വന്ന് ഇങ്ങനെ വെടിവെച്ചും കൊല്ലും. ഇത് നമ്മുടെ മെയിൻ വില്ലന്റെ പാർട്ണർ. എന്നിട്ട് അപ്പൂപ്പനെയും കൊന്ന് കണ്ടെയ്നറുമായിട്ട് അവന്മാരങ്ങ് പോകും. ബ്രോ, യു ആർ ടു ലേറ്റ് ബ്രോ. ഇതെന്തോന്നു? ഇത് ഫ്ലാഷ് ബാക്ക്. ഒന്നുമില്ല, അച്ഛനൊക്കെ മരിച്ചപ്പോഴത്തേക്ക് അപ്പൂപ്പനെയാണ് വളർത്തിയെന്ന്. അതെ, ഞാൻ വേറെ ഒന്നുമില്ല, പാസം. കുണം വന്ന നായകൻ അവിടെ കൂട്ടി വെച്ചിരുന്ന കഞ്ചാവലയുടെ തീയിട്ട് കത്തിക്കും. ഇവയിലെല്ലാം കൂടി എന്തിനീ അമ്പലത്തിൽ കൊണ്ട് വെച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണെന്ന്. അവൻ ആ പഞ്ചായത്ത് വേറെ ഒരു സ്ഥലം ഇല്ലായിരുന്നല്ല, ചാക്കണക്കിന് കഞ്ചാവാണ് കത്തിയേക്കുന്നത്. ഇനി ആ നാട്ടിൽ പുളിക്കച്ചവടം കൂടും. ആശ്വാസമായി. എനിക്ക് കൂടുതലൊന്നും ഈ സിനിമ പറ്റി പറയാനില്ല. ബോറടിച്ചാണ് ഞാൻ ഈ സിനിമ കണ്ടതും റോസ്റ്റ് ചെയ്തതും പോലും. സത്യം പറഞ്ഞാൽ മടുത്തുപോയി. കണ്ട് മരവിച്ച ഒരു കഥ, ഒരു വ്യത്യാസമില്ലാതെ അതേപോലെ വീണ്ടും അവതരിപ്പിച്ച അതൊക്കെ എങ്ങനെയുടെ കാണുന്നത് പറയാൻ പോലും എനിക്ക് ഒന്നുമില്ല. എന്തായാലും ഒരു പുതിയ സിനിമ OTT-ൽ വന്നപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നില്ലേ. സോ താങ്ക് യു ആൾ. അപ്പോ ശരി ഗൈസ്, നമുക്ക് വീണ്ടും ഒരു നല്ല റോസ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ ഏതാണ് നമ്മൾ ഇനിയും കാണും. Thanks. Love you.